ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി നിൽക്കുവാൻ ആർക്ക് കഴിയും? ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം ദൈവമാണ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത്. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, മഹാദൈവം, ജീവനുള്ള ദൈവം, സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, തേജോമയനായ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കാൻ ആർക്ക് കഴിയും? പ്രതികൂലമായി ആരൊക്കെ നിന്നാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, ദൈവം പ്രതികൂലമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ദൈവം നമുക്കെതിരെ നിന്നാൽ നമ്മെ സഹായിക്കാൻ ആർക്ക് കഴിയും? നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്താണ്? തിരുവചനം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ പാപങ്ങളത്രേ ദൈവത്തെയും നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം പരിശുദ്ധനാണ്. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ നാം അത് പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ, നമുക്ക് വിശുദ്ധി ഉണ്ടാകണ്ടേ? ദൈവം തൻ്റെ പ്രവാചകനായ യിരെമ്യാവിനോട് പറഞ്ഞു, നീ ആലയത്തിൻ്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് ആലയത്തിലേക്ക് കയറി വരുന്ന ഓരോരുത്തരോട് ദൂത് പറയണം. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ പ്രവൃത്തിയും നന്നാക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നുവെന്ന് ജനത്തോട് പറയണം. യിരെമ്യാ പ്രവാചകൻ ചെയ്ത ശുശ്രൂഷ അത് അത്ര സന്തോഷം നൽകുന്നതായിരുന്നില്ല. കർണരസമാകുമാർ നല്ല വാക്കുകളൊന്നും അല്ല പറഞ്ഞത്, പാപത്തെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞു, യിരെമ്യാവേ, നിന്നോട് യുദ്ധമുണ്ട്, നിന്നോട് ചിലർ യുദ്ധം ചെയ്യും, പക്ഷേ നിന്നെ ജയിക്കില്ല. കാരണം ഞാൻ കൂടെയുണ്ട്, ഞാൻ നിനക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമാണെങ്കിൽ ആരൊക്കെ നിങ്ങളോട് യുദ്ധം ചെയ്താലും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രക്ഷിപ്പാൻ, വിടിവിപ്പാൻ ദൈവം കൂടെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അനുകൂലമായി ഉണ്ടാകണം. ദൈവം നമുക്ക് പ്രതികൂലമായാൽ നമ്മെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? നമ്മെ സഹായിക്കാൻ ആർക്ക് കഴിയും? മതിലിടിഞ്ഞു കിടക്കുന്നതിന് തുല്യമല്ലേ? ശത്രു നമ്മെ തകർക്കില്ലേ? ഇവിടെ ഒരു പിശാചിനെ കുറിച്ച് ഓർത്തൊന്നും ഭാരപ്പെടണ്ട, ഭയപ്പെടുകയും വേണ്ട. ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവം നിനക്ക് ഉറക്കം തരും. നിനക്ക് ചുറ്റും ശത്രുക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, ദൈവം അനുകൂലമാണെങ്കിൽ നിന്നെ തൊടാൻ പറ്റില്ല. ദൈവം അനുകൂലമാണോ എന്ന് ഉറപ്പുവരുത്തണം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരും? ദൈവം അനുകൂലമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.